അനുമോളുടെ കുറച്ച് ക്യൂട്ട്നെസ്സും കുട്ടിത്വവും അങ്ങനെയുള്ള കുറച്ച് സംഭവമാണ്. സ്റ്റാർ മാജിക്കിന് പുറത്ത് കുറച്ച് അനുമോളുണ്ടല്ലോ, ഇതെല്ലാം കൂടി കൂടിച്ചേർന്നപ്പോ ബിഗ് ബോസിൽ അനുമോളായി. നിങ്ങളുടെ അടുത്തും കാണിക്കുക അല്ലേ, ഔട്ട് ഓഫ് ക്യാമറയും ഇതും. ഇപ്പൊ അനുമോൾക്ക് കുറെ നെഗറ്റീവ് എന്നുവെച്ചാൽ അവിടുത്തെ കണ്ടസ്റ്റൻസ് എല്ലാവരും അനുമോൾക്ക് എതിരാണ്. അനുമോള് ഇപ്പൊ ഏറ്റവും മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് അനുമോളുടെ കരച്ചിൽ കാർഡ് ഇറക്കുന്നു, തൊട്ടാ കരയുന്നു, എപ്പോ പറഞ്ഞാലും കരയുന്നു. അങ്ങനെയാണോ റിയൽ ലൈഫിൽ അനുമോള് പെട്ടെന്ന് കരയുന്ന കൂട്ടത്തിലാണ്? കരയ്ക്ക് എളുപ്പമാണ്. ഒരുപാട് തവണ സ്റ്റാർ മാജിക്കിൽ കരഞ്ഞിട്ടുണ്ട്. ഞാൻ അനുമോളിനെ എന്റെ അടുത്ത് അനുമോള് പോകുന്നതിന് മുമ്പ് കൺസൾട്ട് ചെയ്തിരുന്നു, പോണോ വേണ്ടയോ. അപ്പൊ അനുമോള് പറഞ്ഞു വേറെ വർക്കുകളും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങളുടെ ഏതെങ്കിലും ഷോ ചെയ്യാനാണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു എനിക്കറിയില്ല, അതിന്റെ തീരുമാനം അനുമോളാണ് എടുക്കേണ്ടത്, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ അനുമോള് തിരിച്ചു വരുമ്പോ എന്തായിരിക്കും എനിക്ക് പറയാൻ പറ്റത്തില്ല, അകത്ത് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും. അനുമോൾക്ക് ഒരുപാട് കൺസേൺസ് ഉണ്ടായിരുന്നു, വേണോ പോകണോ വേണ്ടയോ എന്നൊക്കെ ഒരുപാട് കൺസേൺ ഉണ്ടായിരുന്നു. ഞങ്ങള് ഇത്രയും നാൾ വർക്ക് ചെയ്തുകൊണ്ട് ഡെഫിനറ്റ്ലി ചോദിക്കുന്നു, അറിയാലോ. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചിരുന്നു, ഞാൻ ചോദിച്ചു നീ ഏതെങ്കിലും ഒരു എപ്പിസോഡ് ഇതിന്റെ സീസണിൽ മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു, എന്നിട്ടാണ് തീരുമാനം എടുത്തതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഞാൻ ഇല്ല ചേട്ടാ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ആദ്യം അത് പോയി കാണും, അതിനുശേഷം ആലോചിക്കും പോണോ വേണ്ടയോ.